ശാസ്ത്രത്തിൻ്റെ വലിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ശാസ്ത്രയുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ അന്ധവിശ്വാസം, അനാചാരം എന്ന് പറഞ്ഞ് തള്ളും. അങ്ങനെയാണ് നമ്മൾ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പിന്നെ തന്ത്രി, പോറ്റി, നമ്പൂതിരി പിന്നെ പിന്നെ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടൊന്നും നമ്മൾ ദേവപ്രശ്നം നടത്തേണ്ട കാര്യമില്ല. എന്തായാലും ശബരിമലയിൽ 2014 ഒരു ദേവപ്രശ്നം നടന്നു. ആ ദേവപ്രശ്നത്തിൽ നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹമാണ് നടത്തിയത്. വേറെ രണ്ട് സഹായികളും ഉണ്ടായിരുന്നു. 3 പേരുകൂടിയാണ് നടത്തിയത്. ഈ 3 പേരും കൂടി നടത്തിയപ്പോൾ ഒരു ചാർത്ത് കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ ദേവപ്രശ്നത്തിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇതാണ്. ദേവപ്രശ്നത്തിന് മുമ്പേ എന്തൊക്കെ സാധനം കൊണ്ടുവരണമെന്നുള്ളൊരു ചാർത്ത് കൊടുക്കും. ചാർത്ത് എന്ന് പറയുന്നത് അതിനകത്ത് ചാർത്ത് കൊടുക്കും. അപ്പോൾ അതിനകത്ത് പറയും ഓം എന്നൊക്കെ എഴുതിയിട്ട് താഴോട്ട് എഴുതി വെറ്റാവാക്ക് പിന്നെ എന്തെല്ലാം വേണോ അതെല്ലാം പറയും. പൂത്ര ഇങ്ങനെ ഓരോ സാധനം ഹോമത്തിനുള്ള ഇത്ര എല്ലാം പറഞ്ഞിരിക്കും. അപ്പോൾ അതൊരു പൂജയല്ലേ, കലശ പൂജയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം, നൂല്, വെള്ളം, പിന്നെ തുളസിപ്പൂ, ഇങ്ങനെ കുറേ സാധനങ്ങൾ പറയും. ഇതെല്ലാം എത്തിക്കുമ്പോഴാണ് ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു പൂജയുടെ ഒരു സംവിധാനം പോലെയൊക്കെ ചെയ്തിട്ടാണ് ദേവപ്രശ്നം വയ്ക്കുന്നത്. അപ്പോൾ ദേവപ്രശ്നം വെച്ചതിന് ശേഷം അവർ പിന്നൊരു ചാർത്ത് എഴുതും. ആ ചാർത്തിലാണ് പറയുന്ന പ്രശ്നം. അത് വളരെ നീണ്ട സാധനമാണ്. ഇപ്പോൾ 32 പേജ് ഉണ്ടെന്നാണ് പറയുന്നത്. 32 കൈകൊണ്ട് എഴുതിയതാണത്. 32 പേജുള്ള ഒരു ചാർത്ത് എഴുതി കൊടുക്കും. അപ്പോൾ ആ ചാർത്ത് എഴുതി കൊടുത്തതിൽ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തതിൽ 2014 എഴുതി കൊടുത്ത ചാർത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് 32ാമത്തെ 31ാമത്തെ ഐറ്റമായി പറയുന്നത്, ഒന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ദേവന്റെ ചൈതന്യവുമായി ബന്ധപ്പെടുത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിക്കാരും, എല്ലാ തന്ത്രിയും മന്ത്രിയും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം. മാനഹാനി, മനോനഷ്ടം, ജയിൽവാസം, പിന്നെ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ എല്ലാവർക്കും വരാം എന്നെഴുതി. പക്ഷേ അത് അന്ന് ആ സമയത്ത് തന്നെ കൊടിമരം മാറ്റി വെക്കണമെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. കാര്യം കൊടിമരം പിന്നെ മാറ്റി വെക്കണമെന്ന് എഴുതിയതിൻ്റെ ഭാഗമായി കൊടിമരം മാറ്റിവെച്ചു. 18ാം പടിയിൽ ചില കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്ത് മണിമണ്ഡപത്തിൽ എന്ത് ചെയ്യണം, അങ്ങനെ അതിനാണ് അവരെ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നാട്ടുവൈദ്യം ചികിത്സിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഗൂഗിളിൽ കയറി മരുന്ന് കഴിക്കാം, ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യുന്നുണ്ട് ആളുകൾ പല. പക്ഷേ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ പറയുമ്പോൾ ചെയ്യണം. വക്കീലിൻ്റെ അടുത്ത് ചെന്നാൽ വക്കീൽ, അതുപോലെയാണല്ലോ തന്ത്രിയും ഈ പറയുന്ന ആചാര്യന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരുത്തുന്നു, ദേവപ്രശ്നം നടത്തുന്നു, അവർ എഴുതി തരണമെന്ന് ചെയ്യുന്നില്ല നമ്മൾ. പിന്നെ എന്തിനാണത് വിളിച്ചുകൊണ്ടിരുത്തുന്നത്? ആ പണം കൂടെ നഷ്ടപ്പെടുത്തുന്നതിനാണ്. അപ്പോൾ ദേവപ്രശ്നം കൊടുത്തിട്ട് നമുക്ക് സൗകര്യമുള്ളതൊക്കെ ചെയ്തു, സൗകര്യമില്ലാത്തതൊന്നും നമ്മൾ തൊട്ടില്ല. 31ാമത്തെ 32ാമത്തെ ഐറ്റം തൊട്ടില്ല. അതിനകത്ത് ഇത് പറയുന്നുണ്ട്, വളരെ കൃത്യമായി പറയുന്നത്. ഇപ്പോൾ എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നു, അത് പറയുകയാണ് ഇങ്ങനെ ഈ കുഴപ്പങ്ങൾ വരുമെന്ന്. പക്ഷെ ആരും കേട്ടില്ല, ആരും മൈൻഡ് ചെയ്തുമില്ല, അതിനുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തുമില്ല. അപ്പോൾ ജ്യോതിഷത്തിലും ഹസ്തരേഖയിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് 2ാമത്തെ വിഷയം. എന്തായാലും പറഞ്ഞ് എഴുതി ചാർത്ത് എഴുതി കൊടുത്ത ഒരു വിഷയത്തിൽ ഗുരുതരമായ പ്രതിസന്ധി വന്നു എന്നുള്ളത് ഒരു കൗതുകമായിട്ടാണ് പലരും പറയുന്നത്. ഒരു കൗതുകമില്ല, ഇതിങ്ങനെയാണ് സംഭവിക്കുക. ശബരിമലയിൽ 1900 മുതൽ വ്യത്യസ്തങ്ങളായ സൂചനകൾ, തീവയ്പ്പിൻ്റെ രൂപത്തിൽ, എന്താണ് സ്വയമായി തീ കത്തുന്ന രൂപത്തിൽ, മരണത്തിൻ്റെ രൂപത്തിലൊക്കെ ഒരുപാട് ദുശകുനങ്ങളും അപശകുനങ്ങളും ഒക്കെ ശബരിമലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം വച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ എഴുതുന്നത്. അപ്പോൾ എഴുതി എന്തായാലും കൊടുത്തു, അതാരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഇതാ പ്രയാർഗവർഷം മരിച്ചുപോയി, രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ ടീമും തുറ ഇപ്പോൾ അവസാനം മന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു. കടകംപള്ളി മുൻ മന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിൽ വരുന്നു. ബാക്കി 13 പേരാണ് അകത്ത് കിടന്നത്. അപ്പോൾ അത് എഴുതിയ നമ്പൂതിരി പോറ്റി എത്രയോ ദീർഘവീക്ഷണമുള്ള രീതിയിലായിരിക്കും അത് എഴുതിയത്.